പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് മോണോക്രോം പ്രിന്ററായ എപ്സൺ M3140 എന്ന പ്രിന്ററിന്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് അവിടെ ഗൂഗിളിൻ്റെ ഹോം പേജ് എടുക്കുക. എന്നിട്ട് എപ്സൺ M3140 ഡ്രൈവർ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് എടുക്കുക. ഇപ്പോൾ കുറേ വെബ്സൈറ്റുകൾ കാണിക്കും. അവിടെ ഫസ്റ്റത്തെ വെബ്സൈറ്റ് ഉണ്ടല്ലോ epson.co.in എന്ന എപ്സൺ ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പേജ് ഓപ്പണായി വരുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ USB കേബിൾ ആൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റിമൂവ് ചെയ്യണം. ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് അവസാന ഭാഗത്ത് എത്തുന്ന സമയത്ത് അത് കണക്ട് ചെയ്യാൻ പറയും. ആ സമയത്ത് മാത്രമേ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കണക്ഷൻ റിമൂവ് ചെയ്യുക. വെബ്സൈറ്റ് ഓപ്പണായി വന്നാൽ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. വിൻഡോസ്, മാക്കിൻ്റെ, ലിനക്സിൻ്റെ ഒക്കെ ഇവിടെ വെർഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ആവശ്യമുള്ളത് വിൻഡോസിൻ്റെ ആണ്. വിൻഡോസിൻ്റെ കുറേ വെർഷൻസുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇതേപോലെ ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അതേപോലെ നിങ്ങളുടെ ഏതാണോ വെർഷൻ അതിൻ്റെ നേരെ ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്നുണ്ടാവും. അത് ജസ്റ്റ് സെലക്ട് ചെയ്താണ്ട് ഗോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ പേജ് ഒന്നുകൂടി റീലോഡ് ആവുന്നതാണ്. റീലോഡായി വന്നു കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ കഴിയും, ഡ്രൈവേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യണം. താഴെ കണ്ടില്ലേ ഡ്രൈവേഴ്സ് എന്നുള്ളത്. ആ ഡ്രൈവേഴ്സ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും, പ്രിൻ്റർ ഡ്രൈവർ ഉണ്ടാവും, സ്കാനർ ഡ്രൈവർ ഉണ്ടാവും. നമ്മൾ ഈ വീഡിയോയിൽ പ്രിൻ്റർ ഡ്രൈവറാണ് പറയുന്നത്. അപ്പോൾ പ്രിൻ്റർ ഡ്രൈവറിനെ നേരെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഡൗൺലോഡ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നെക്സ്റ്റ് പേജിലോട്ട് പോകും. നെക്സ്റ്റ് പേജിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ജസ്റ്റ് ഒന്ന് അക്സെപ്റ്റ് എന്നോ അല്ലെങ്കിൽ ഇതേപോലെ അക്സെപ്റ്റ് എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാനുണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മളെ ഫയൽ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഡൗൺലോഡ് ചെയ്ത ഫയലിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പണായി വരുന്നതാണ്. ഇവിടെ ഓക്കെ താഴെ കാണുന്ന ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്തുകൊണ്ട് ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ അഗ്രി കൊടുത്തു, അവരെ ടേംസ് ആൻഡ് കണ്ടീഷൻസും എല്ലാം ആണ്. അത് ജസ്റ്റ് അഗ്രി എന്നുള്ളത് ടിക്ക് ചെയ്യുക. എന്നിട്ട് ഓക്കെ എന്നുള്ളത് കൊടുക്കുന്നു. എങ്കിൽ മാത്രമേ ഫോർവേഡ് ആവുകയുള്ളൂ. അപ്പോൾ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. അവസാന ഭാഗത്തെത്തുന്ന സമയത്ത് USB കേബിൾ കണക്ട് ചെയ്യാൻ ചോദിക്കും. യെസ് കണ്ടില്ലേ, അവസാന ഭാഗത്തെത്തി USB കേബിൾ കണക്ട് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഈ സമയത്ത് മാത്രമേ കമ്പ്യൂട്ടറും പ്രിൻ്ററും തമ്മിൽ USB കേബിൾ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ സമയത്തുന്ന സമയത്ത് നിങ്ങൾ കമ്പ്യൂട്ടറിലും പ്രിൻ്ററിലും തമ്മിൽ കേബിൾ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ടാർഗറ്റ് പ്രിൻ്റർ ഹാസ് ബീൻ ഡിറ്റക്റ്റഡ് എന്നുള്ള മെസ്സേജ് വരും. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് ഇതേപോലെ വരുന്നതാണ്. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാൻ ഏകദേശം നമ്മളെ ഈ പ്രൊസീജിയർ ഏകദേശം കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്താണ്ട് പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്ത് അതിൽ ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് ഇപ്പോൾ ജസ്റ്റ് ടെസ്റ്റ് പേജ് കൊടുക്കുകയാണ്. അതിനാദ്യം കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്തു. ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എൻ്റെ ലാപ്പിൽ ഞാൻ കുറേ പ്രിൻ്ററുകൾ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ കുറേ പ്രിൻ്ററുകളുടെ ലിസ്റ്റ് കാണിക്കും. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ അങ്ങനെ ലിസ്റ്റ് കാണിക്കില്ല.
ഇവിടെ കണ്ടില്ലേ പ്രിൻ്ററിൻ്റെ ഫോട്ടോ സഹിതം ഇവിടെ വന്നിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ സിസ്റ്റം നിന്ന് ജസ്റ്റ് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ ആ പ്രോബ്ലം സോൾവ് ആവുന്നതാണ്. ചിലപ്പോൾ ഇതിലൊരു വാണിംഗ് മെസ്സേജ് വന്നിട്ടുണ്ടാവും ഈ പ്രിൻ്ററിൻ്റെ നേരെ. അത് നിങ്ങൾ കാര്യമാക്കേണ്ട, അത് സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാത്തത് കൊണ്ടുള്ളതാണ്. സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്താണ്ട് സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വാണിംഗ് മെസ്സേജും പോകുന്നതാണ്. സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. ജസ്റ്റ് ആ പ്രിൻ്ററിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, അതിൽ പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇതേപോലെ ഒരു ബോക്സ് ഓപ്പൺ ആയി വരും. ഇവിടെ താഴെ കാണുന്ന പ്രിൻ്റ് ടെസ്റ്റ് പേജ് കൊടുക്കുന്നു. ഇപ്പോൾ പ്രിൻ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ചെയ്ത പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റഡ് ആണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.